അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാൻ വെളിപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയാൻ ബാധ്യസ്ഥനല്ലേ? മറുപടി പറയണ്ടേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്താണ് ഫിറോസ്. രാഹുലിനെ പോലെ ഇനി ഈ ഒളിവ് ജീവിതത്തിലേക്ക് പോകേണ്ടി വരുന്ന രാഹുൽ മാങ്കൂട്ടവും ഇദ്ദേഹവും ഒരുമിച്ച് ഒരു വിദേശയാത്ര നടത്തിയിട്ടുണ്ട് എന്ന് ആരോ പറയുന്നത് കേട്ടു. ഒരാരോപണമുണ്ട്. എവിടെയാണ് എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിയറ്റ്നാമിലേക്കോ മറ്റോ പോയി എന്നാണ് പറയുന്നത്. ആരോപണമാണ്, ഞാൻ തിട്ടപ്പെടുത്തി പറയുന്നില്ല. പക്ഷേ അത് നമുക്ക് എമിഗ്രേഷനിൽ ബന്ധപ്പെട്ടാൽ കിട്ടും എവിടേക്കൊക്കെയാണ് യാത്ര നടത്തിയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി 10 കൊല്ലമായിട്ട് നിൽക്കുന്നു. ഇത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വം വേറൊരാൾക്ക് ഒഴിഞ്ഞു കൊടുത്ത് ബിസിനസ്സിൽ മുഴുസമയം അദ്ദേഹം മുഴുകട്ടെ. അതല്ലേ വേണ്ടത്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെക്കാൾ ശോഭിക്കാൻ സാധിക്കുക ബിസിനസ്സിലാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. നമ്മളാരെങ്കിലും പോയാൽ 5.25 ലക്ഷം റുപ്യ കിട്ടുമോ? മാസം കിട്ടുമോ? നമുക്ക് കിട്ടുമോ? ഏതെങ്കിലും കമ്പനി തരുമോ? ഞാൻ പോയിരുന്നു 5.25 ലക്ഷം റുപ്യ മാസം കിട്ടും എന്നുണ്ടെങ്കിൽ. രാഹുലിൻ്റെ കൂടെയുള്ള യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. നിങ്ങളെപ്പോലെ തന്നെയാണ് അതിൽ ചോദിക്കപ്പെടുന്നവൻ ചോദിക്കുന്നവനേക്കാൾ ആ കാര്യത്തിൽ അറിവുള്ളവനല്ല. ഇങ്ങനെ ഒരു ആരോപണമുണ്ട്, പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് എന്നുള്ളത് ലെറ്റ് us wait and see. മറ്റൊരു വിഷയം, ഈ മാടായി പാറയിൽ കഴിഞ്ഞ ദിവസം EIO നടത്തിയിട്ടുണ്ടായിരുന്നു. അത് BJP ഇപ്പോൾ മറ്റൊരു രീതിയിലേക്ക് സംഘപരിവാർ സംഘടനകൾ അതിനെ ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിലെ പൂക്കളുമായി ബന്ധപ്പെട്ട് അങ്ങനെ നടത്തുന്നു. അപ്പോൾ ഒരു വർഗീയ തരത്തിലേക്ക് പോകുന്ന വിധത്തിൽ ക്രിയേറ്റഡ് എന്ന് തോന്നുന്ന ചില സംഭവങ്ങളൊക്കെ കേരളത്തിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ ഒരു മഹിതമായ മതനിരപേക്ഷ സംസ്കാരം എല്ലാവരും ഉൾക്കൊള്ളണം. അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ പൊട്ടലും ചീറ്റലും ഇല്ലാത്തത്. എല്ലാ മതസമുദായങ്ങളും ആ കാര്യത്തിൽ ജാഗ്രത കാണിക്കണം. ഉത്തരേന്ത്യയിലൊക്കെ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടക്കാത്തത് പരസ്പരം ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. എല്ലാവരും എല്ലാവരെയും ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ജനവിഭാഗത്തിൻ്റെ വികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല, ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. അത് ശക്തമായി അപലപിക്കപ്പെടേണ്ടതാണ്. ഒരു വർഗീയ സംഘടനയ്ക്ക് മുതലെടുക്കാൻ സാധിക്കുന്ന ഒരു കൃത്യം മറ്റൊരു വർഗീയ സംഘടനയിൽ നിന്നേ ഉണ്ടാകൂ. അതാണ് നാം കാണേണ്ട കാര്യം. ഭൂരിപക്ഷ വർഗീയതയെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുകയോ പ്രചരണങ്ങൾ നടത്തുകയോ ചെയ്താൽ ആ ചെയ്യുന്നവർ ന്യൂനപക്ഷ വർഗീയതയെ പ്രണയിക്കുന്നവരാകും. അവർക്കേ അത് ചെയ്യാൻ വേണ്ടി സാധിക്കും.